ഈ വിമാനം സമുദ്രത്തിൽ തകർന്നു വീണു. പക്ഷെ വിമാനത്തിന്റെ ക്യാബിനുള്ളിൽ വെള്ളം കയറിയില്ല. യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരുന്നു. ആദ്യം അവർക്ക് സന്തോഷം തോന്നിയെങ്കിലും വിമാനം ഇപ്പോൾ 100 കണക്കിന് മീറ്റർ ആഴത്തിൽ വെള്ളത്തിനടിയിലാണെന്ന കാര്യം അവർ അറിഞ്ഞില്ല. അകത്തുള്ള ഓക്സിജൻ തീർന്നു പോയാൽ എല്ലാവരും മരിക്കും. അതിലും മോശമായ കാര്യം, സിഗ്നലുകൾ വേറെ സ്ഥലത്തെത്താൻ കഴിയാത്ത അത്ര ആഴത്തിലായിരുന്നു അവർ. വിമാനം കാണാതായ വിവരം വിമാനത്താവള അധികൃതർ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് വിമാനത്തിന്റെ ജനലിലൂടെ വെള്ളം ചോർന്നു വരുന്നത് ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർക്ക് ഇനി കാത്തുനിൽക്കാൻ കഴിയില്ലായിരുന്നു. ക്യാപ്റ്റൻ അപകടസാധ്യതയുള്ള ഒരു പദ്ധതി ആലോചിച്ചു. ക്യാപ്റ്റനും സഹായിയും വേഗത്തിൽ ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചു. ക്യാപ്റ്റൻ വാതിൽ തുറക്കാനുള്ള ബട്ടൺ അമർത്തിയ ഉടനെ വെള്ളം ഉള്ളിലേക്ക് ഇരച്ചുകയറി. വെള്ളത്തിന്റെ ശക്തിയിൽ സഹായിക്ക് ബോധം നഷ്ടപ്പെട്ടു. ക്യാപ്റ്റൻ വേഗത്തിൽ തന്റെ ഓക്സിജൻ മാസ്ക് അഴിച്ച് സഹായിക്ക് നൽകി. എന്നാൽ ഒരു നിമിഷത്തിനു ശേഷം എന്തോ കുഴപ്പമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സഹായി അപ്പോഴേക്കും മരിച്ചിരുന്നു. ക്യാപ്റ്റൻ അതീവ ദുഃഖിതനായെങ്കിലും മറ്റുള്ളവരെ രക്ഷിക്കാനായി അദ്ദേഹം അവിടെ നിന്നും നീങ്ങി. വാതിലിനടുത്തേക്ക് നീന്തി അദ്ദേഹം തന്റെ ബാഗ് തുറന്നു. സിഗ്നൽ റിസീവർ വേഗത്തിൽ മുകളിലേക്ക് പൊങ്ങിപ്പോയി. എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റൻ അപകടത്തിലായിരുന്നു. തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് വഴിയൊന്നുമില്ലായിരുന്നു. അതിനാൽ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അദ്ദേഹം മുകളിലേക്ക് നീന്തി. ബോധം മറയുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം കടലിന്റെ മുകളിലേക്ക് എത്തി. എന്നാൽ വരാനിരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവില്ലായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.